ടാക്സ് ഓഡിറ്റിന്റെ ടൈം ഒക്കെ നീട്ടിയിട്ടുണ്ട്. നവംബർ 10 വരെയൊക്കെ നീട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് വന്ന ടാക്സ് ഓഡിറ്റ് പലതും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമൺലി ഉള്ള മിസ്റ്റേക്കുകൾ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഇവർ നമ്മളെടുത്തിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്, നമ്മളതായിട്ടുള്ള ക്ലെയിംസുകളുണ്ട്. പിന്നെ പുറത്തേന്ന് ക്ലെയിംസ് വന്നിട്ട് ടേൺ ഓവർ കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും ടാക്സ് ഓഡിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് വന്നവരുണ്ട്. ഇവരുടെ ഈ പുറമേന്ന് വന്ന വ്യക്തികളെ കേസിൽ ഞങ്ങൾ പറയട്ടെ, നമ്മളെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ ഫാമിലിത്തെ മെമ്പേഴ്സിനൊക്കെ നമ്മൾ എന്ത് പറഞ്ഞെടുത്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് മന്ത്ലി നിങ്ങൾ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ചെയ്തു പോകണം. അഥവാ ബാങ്ക് റീകൺസിലേഷന്, സെയിൽസ്, പർച്ചേസ്, ടാക്സ്, റെസീവബിള്, പേയബിള് എന്നീ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ മന്ത്ലി വെരിഫൈ ചെയ്ത് ഇയർലി ഓഡിറ്റ് എന്നുള്ളത് നമ്മൾ എന്തിട്ടുണ്ട് മന്ത്ലി ഓഡിറ്റ് ബേസിലായിട്ട്, അതായത് മന്ത്ലി പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് പോകുന്നത്. എന്നാൽ പുറമേ നിന്ന് വന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നാമത് ടാക്സ് ഓഡിറ്റിന്റെ കേസ് ആവുന്ന അറിയില്ല, അല്ലെങ്കിൽ ചിലർക്ക് അറിയാം എന്നാലും വലിയ ബോധേഡായിട്ട് അതിന്റെ സീരിയസ്നെസ് ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. അവരൊക്കെ ഇയർലി വന്നിട്ട് നമുക്ക് പറഞ്ഞത്, ഇയർലി വന്നിട്ട് ഇവർ തരുന്ന ഡാറ്റയിൽ ഉണ്ടാവുന്ന കേസ് ഞാൻ പറഞ്ഞാൽ ഈ GST ഇപ്പോൾ ഇവരെ കേസിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് 1 CR GST ടേൺ ഓവർ വന്നിട്ടുണ്ട്. എന്നാൽ റെക്കോർഡിക്കലി ഇവരെ ബാങ്ക് റെസിപ്റ്റ് എന്ന് പറയുന്നത് 1.4 CR ഉണ്ട്. അപ്രോക്സിമേറ്റ് പറയാന്നുണ്ടെങ്കിൽ 1.4 CR ഉണ്ട്. ഈ 1.4 CR 40 lakh ടേൺ ഓവർ എന്താണ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവരെന്താ പറഞ്ഞു വെച്ചാൽ സെയിലല്ല, ശരിക്കും ഇവർക്ക് അതായത് ഒരു ഇൻഡിവിജ്വൽ ആണ്, ആ വ്യക്തിക്ക് വന്നത് അവർ പേഴ്സണലി അയക്കാനുള്ള എമൗണ്ട് കമ്പനീൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് ഇട്ടു. അതുപോലെ കടം മേടിച്ച എമൗണ്ടുകളുണ്ട്, അതുപോലെ അഡ്വാൻസ് ആയിട്ട് ഈ വർക്കിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഓരോ മന്ത്ലി റെക്കോർഡ്സ് ചെയ്തിട്ടില്ല. ഈ നമ്മൾ വാക്കുകൊണ്ട് പറയണത് ഇൻകം ടാക്സിൻ്റെ ടീമിന് മനസ്സിലാവില്ല. നമ്മളിത് കൊടുക്കുമ്പോൾ ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തിട്ട് വേണം ഇൻകം ടാക്സിന് കൊടുക്കുക. ഇൻകം ടാക്സിൽ നിന്ന് ഒരു സ്ക്രൂട്ടിനി വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടീസ് അയക്കുമ്പോൾ ആ നോട്ടീസിന് നമ്മൾ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഹ്യൂജ് പെനാൽറ്റി തന്നെ അവരിടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ടാക്സ് ഓഡിറ്റ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പാർട്ട് ബേസ് ആയിട്ട് തിരിക്കുക. മന്ത്ലി തന്നെ പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തു. അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ പറയുമ്പോൾ GST ഫയലിങ് അതിലുള്ള എമൗണ്ട് തന്നെയാണോ നമ്മളെ ബാങ്കിൽ വന്ന റെസിപ്റ്റ്, ഞാൻ അല്ല അതിൽ വേറെ അഡ്വാൻസ് വന്നതിന്, ലോണക്ക് കുറച്ച് പൈസ കൊണ്ടുവന്നതിന്, അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പർലി മന്ത്ലി തന്നെ അക്കൗണ്ട്സ് ചെയ്ത് പ്രോപ്പർ ചെയ്തിട്ട് നിങ്ങൾ വെക്കണം. എന്നിട്ട് നമ്മൾ അപ്പോൾ ഇയർലി ഓഡിറ്റിൻ്റെ ടൈമിൽ എന്താണ് ടെൻഷൻ വേണ്ട, ഫുള്ള് റെക്കോർഡ് നമ്മൾ എടുത്തിട്ടുണ്ടാവും. മറ്റേത് ഓഡിറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഡാറ്റയാണ്. നമ്മൾ ഈ നവംബർ ഒക്ടോബർ ടൈമിനെടുത്തിട്ട് ഓഡിറ്റ് വെക്കുക. 6 മാസത്തെ ഗ്യാപ്പ് പീരീഡ് ഉണ്ടാവും. ഏപ്രിൽ കഴിഞ്ഞ് 6 മാസത്തോളമായി. ഈ 6 മാസത്തിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇവരെ ഡാറ്റകളൊന്നും നമ്മളെടുത്ത് കാണാനുണ്ടാവില്ല. ഡാറ്റകൾ പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മെയിലൊരു സംഭവമുണ്ട്, കഴിഞ്ഞ മെയിലൊരു ഡാറ്റ മിസ്സായിട്ടുണ്ട്, ആ ഡാറ്റ ഇപ്പോൾ എടുത്ത് കൊണ്ടുവരിക 1 വർഷം ബാക്കിലുള്ള ഡാറ്റയാണ്. അതൊക്കെ കിട്ടാൻ പോസിബിലിറ്റി വളരെ കുറവാണ്. പിന്നെ ഇപ്പോൾ ക്രെഡിറ്റ് തന്നെ കടം തന്ന ആളുകളുണ്ടാവും, പേഴ്സണലി പൈസ കൊടുത്തിട്ട് അത് കമ്പനി അക്കൗണ്ടിലേക്ക് അറിയായിട്ടുണ്ടാവും. ആ എമൗണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അതുപോലെ അഡ്വാൻസ് തന്നത് ചിലപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, ചില ആൾക്കാർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ പല മിസ്റ്റേക്കും. പിന്നെ അതുപോലെ റെസീബിളും പേബിളും ഒക്കെ ഉണ്ടാവില്ല. റെസീബിളും പേബിളും പല ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവും. ചില ആൾക്കാരുടെ അടുത്ത് അതുവരെ മിസ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഓഡിറ്റ് ടാക്സ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര പൈസ ഇവർ തരാണ്ടല്ലോ പറയുമ്പോൾ ഇത് ഇത്ര പൈസ തരാണ്ടോ എന്ന് പറയുന്ന ബിസിനസ് ഓണേഴ്സ് വരെ നമുക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ പ്രോപ്പറായിട്ട് മന്ത്ലി തന്നെ നമ്മൾ അക്കൗണ്ട്സും കാര്യങ്ങളും കീപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ എടുത്തൊരു അക്കൗണ്ടൻ്റ് ഉണ്ട് എങ്കിൽ തന്നെ ആ അക്കൗണ്ടൻറ്റിനെ മോണിറ്റർ ചെയ്യാൻ ടാക്സ് ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് കൊടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എങ്ങനെ ചോദിച്ചാൽ ഒരു കമ്പനിയിൽ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ട്, ഓക്കെ അക്കൗണ്ടൻ്റ് ഉണ്ട്, അവന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മന്ത്ലി ഒരു മോണിറ്ററിങ്, അഥവാ ആ കമ്പനിയിൽ അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, എന്താണ് അതിൽ സെയിൽ എത്ര, പർച്ചേസ് എത്ര, റെസീബിൾ എത്ര, പേബിൾ എത്ര, വേറെ ബാങ്കിൽ വന്ന എമൗണ്ടുകളൊക്കെ വിട്ട് കറക്റ്റ് ലെഡ്ജറിൽ തന്നെയാണോ ഇവൻ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റീചെക്ക് ചെയ്തിട്ട് മന്ത്ലി ഒരു റിപ്പോർട്ടും കൊടുക്കും. ഈ മാസത്തെ സെയിൽ എത്രയാണ്, പർച്ചേസ് എത്രയാണ്, എക്സ്പെൻസ്, നമ്മളെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഇത്ര വരുന്നത്, നെറ്റ് പ്രോഫിറ്റ് എത്ര, ഗ്രോസ് പ്രോഫിറ്റ് എത്ര എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിപ്പോർട്ട് തന്നെ കൊടുക്കും. ഇതുപോലെ മന്ത്ലി അവർക്ക് റിപ്പോർട്ട് ഇടുമ്പോൾ അവരുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ കുറിച്ചിട്ട് അവർക്ക് ഒരുപാട് ബോധേഡാകാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിലേക്ക് അവർക്ക് പോകാൻ പറ്റും. അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല, ബിസിനസ്സിനെ കുറിച്ചിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഒരു അക്കൗണ്ടൻറ്റ് ഉണ്ടെങ്കിലൊക്കെ ഇനി അല്ല വിർച്വലായിട്ട് നമ്മളെടുക്കുന്ന അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ല നിങ്ങളെടുത്തൊരു അക്കൗണ്ടൻറ്റ് ഉണ്ട്, ആ അക്കൗണ്ടൻറ്റിനെ മോണിറ്റർ ചെയ്യാൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കൗണ്ട്സ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട്, അഥവാ CFO ലെവലിൽ നിങ്ങൾക്ക് സർവീസ് തരാൻ നമുക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. എല്ലാവരും ഈ ഒരു പറഞ്ഞ സംഭവം ശ്രദ്ധിക്കുക. നമ്മൾ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഒരു അക്കൗണ്ടന്റിനെ വെച്ചിട്ട് അവനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ഇവൻ ചെയ്യണമൊക്കെ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ അവരെ നോക്കാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് പോവുക.
അപ്പോൾ ഇതുപോലെ നമ്മൾ മോണിറ്ററിങ് ചെയ്യുന്ന ടൈമിന് ഇന്നൊരു ഡിപ്പാർട്ട്മെന്റ് വരാണ്ടല്ലോ, ഇവർ വന്ന് വെരിഫൈ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ആ ഒരു പേടിയിൽ ഇവരെന്ത് ചെയ്യും, കറക്റ്റായിട്ട് കൊണ്ടുപോകാനും കഴിയും. ഇതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നതാണ്. കൂടുതൽ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.